ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാൾഡിവൻ ഡേയ്സ് വ്ലോഗ് പാർട്ട് 2. സോ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് ഒറ്റ മൈൻഡിലെ പ്ലാനായിരുന്നു, നേരെ ബീച്ചിൽ പോവുക, കുളിക്കുക, വൈബാക്കുക എന്നുള്ളത്. പക്ഷെ നട്ടുച്ച സമയത്തായിരുന്നു നമ്മൾ എത്തിയത്. അതുകൊണ്ടാണ് പൊരിഞ്ഞ വെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. ഫുൾ ടാൻ അടിച്ച് ഞാനൊരു പണ്ടാര ലെവലിലായിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കുന്നു അവിടെയൊക്കെ ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും എൻജോയ് ചെയ്തതൊക്കെ മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടീനെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാണ് ഞാൻ. ആ പൊരിഞ്ഞ ചൂടത്ത് തലയ്ക്ക് മേലെ സൂര്യൻ വന്ന് നിൽക്കുന്ന ആ സമയത്ത് വെള്ളത്തിൽ കയറി അന്തസ്. ഇത് കഴിഞ്ഞ പാടെ എൻ്റെ കൈയും കാലൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. അത്രയ്ക്കും ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തുകൊണ്ട് ഒരു നല്ലത് ഐസ്ക്രീം കഴിച്ചുകൂടാ എന്നുള്ള ചിന്തയുമായിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചൂസ് ചെയ്ത ഫ്ലേവർ ചോക്ലേറ്റ് വെനില ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊന്ന് അകത്ത് പോയപ്പോൾ എന്താ ഒരു ആശ്വാസം. അതിനുശേഷം വേറെ എവിടെയും പോയില്ല, ബാക്ക് ടു റൂമായിരുന്നു. നെക്സ്റ്റ് ഡേ നൈറ്റ് ഞങ്ങളുടെ ഡിന്നറാണ്, ഫാമിലി ഡിന്നർ നൈറ്റാണ്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഉള്ള ഒരു ഫുഡ് അടി വരുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ബാക്കിയുള്ള എല്ലാവരും എത്താനായിട്ട്. ഞാൻ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും വന്നതിന് ശേഷം പോയി ഫുഡ് അടിക്കാന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഹോട്ടൽ ഈസ് ദ വ്യൂ. മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതുകൊണ്ട് എമിറേറ്റ്സും ഖത്തർ എയർവേസും അത്തിഹാദും ഒക്കെ നിൽക്കുന്നത്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുന്ന ഒക്കെ കാണാൻ പറ്റും. ഫോർ മീ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഫുഡ് കഴിച്ചില്ലേലും വേണ്ട, ഇത് കണ്ടെങ്കിരുന്നാൽ മതി എന്നുള്ള രീതി. ഞാനപ്പോൾ ഏതൊക്കെ രീതിയിൽ വീഡിയോ എടുക്കുന്നത് എനിക്കറിയാം. മാക്സിമം ഞാൻ എന്തൊക്കെയോ വീഡിയോ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് സി ബിൽഡിങ്ങും ആ ആംബിയൻസ്, ആ ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയല്ലേ. ആൻഡ് ഇതാണ് എൻ്റെ സിസ്റ്ററും ആളുടെ ഹസ്ബൻഡും ആൻഡ് ഓഫ് കോഴ്സ് മൈ മോം. ഞങ്ങൾ ഓർഡർ ചെയ്ത ജ്യൂസസ് ആണ് ഇതൊക്കെ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയത്തില്ല, ചോദിക്കരുത്. സ്റ്റാർട്ടേഴ്സായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസും പിന്നെ സീ ഫുഡ് സാലഡുമാണ്. അങ്ങനെ മെനു നോക്കി വന്നപ്പോഴാണ് ഇതിൻ്റെ പരിചയമുള്ളൊരു സാധനം, പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മസ്റ്റ് ട്രൈ
ട്രൈ ആണെന്ന് വിചാരിച്ച് വെച്ചിരുന്നൊരു സാധനമായിരുന്നു മാംഗോ സ്റ്റിക്കർ ഐസ്, വിച്ച് ഈസ് അമേസിങ് ഐസ്. സോയ കുഞ്ഞാ ഹായ്. I don't wanna be too much, but I just wanna feel your love. I just wanna know how you feel, baby. I just wanna go where your love take me. I'm losing my sanity, you taking me under. For you I surrender, you're making me land on other side of gravity. Boy, you got me under, boy, you got me fond of. Yeah, boy, you got me in love. I can't ignore it, I wish you noticed me. I wish you knew the emotion provoked in me. Let me live again, I'll take no more from you. You got my soul, oh, you let me fly, you let me go, oh, now you're gonna see it clearly. You go out on the weekend, you want me then you leave me. ഷടേന്നൊരു മഴ. ഞങ്ങൾ ശരിക്കും ഇടപെട്ടുപോയി. തിരിച്ച് വീട്ടിലെത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഹെവി റെയിനായിരുന്നു, ഹെവി. പിന്നെ എന്ത് ചെയ്യാം, കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കുന്നതും പിന്നെ മഴ ശരിക്കും ഉണ്ടല്ലോ. ആ ഒരു മൂടി, ആ ഒരു നൈറ്റ് ഡാർക്കിൽ ആ ഒരു മഴ വന്നിട്ട് അതിൻ്റെ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു റേറ്റൊരു ഫീലാണ്. അത് അവിടെ പോയി ആ ഫീല് മനസ്സിലാക്കിയവർക്ക് മാത്രം അറിയാൻ പറ്റും. എനിക്കെന്ന് പറഞ്ഞാൽ മഴ ഭയങ്കര ഇഷ്ടമാണ്. അത് രാവിലെ ആയാലും ശരി, രാത്രിയിലും ശരി, ഒക്കെ ശരിയാണ്. ഞാനത് മാക്സിമം എൻജോയ് ചെയ്യും. പക്ഷേ എൻ്റെ അവസ്ഥ എനിക്കപ്പോൾ കയറി കുളിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാൻ കുളിച്ചൊന്നുമില്ല. ബട്ട് മുടിയൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നനഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഒടുവിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മഴ കഴിഞ്ഞ് ഗൈസ് എനിക്ക് തോന്നുന്നു ഒരു 1 അവറോളം നമ്മളവിടെ നിന്നു. അങ്ങനെ മഴ കഴിഞ്ഞ് നേരെ പിന്നെ അപ്പം തന്നെ വിടാം. ഇനി വെയിറ്റ് ചെയ്താൽ ഇനി അടുത്ത മഴ വന്ന് വീണ്ടും നമ്മൾ ട്രാക്ക് പോയി. അവിടെ ഒന്നും നോക്കിയില്ല, വീഡിയോ ജസ്റ്റ് ഒന്ന് കവറാക്കി. പിന്നെ ഞാൻ എൻ്റെ കുടയും പിടിച്ച് നേരെ ഒറ്റ നടപ്പായിരുന്നു അങ്ങോട്ട്. എനിക്ക് ആക്ച്വലി വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര വിശപ്പൊന്നല്ല, പക്ഷെ എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളത്. അപ്പം നേരെ ഒന്ന് വിട്ട് കോഫി ആൻഡ് ചോക്ലേറ്റിലേക്ക്. I wish you knew the emotion provoked in me. Let me live again, I'll take no more from you. You got my soul, oh, you let me fly, you let me go, oh, now you're gonna see it clearly. ഞാൻ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് വഫൽ വിത്ത് സ്ട്രോബെറി സംതിങ് ആണ്. അത് എത്രയും പെട്ടെന്നൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു എന്ന് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വേണ്ട സാധനങ്ങളൊന്നും എത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെത് ലാസ്റ്റാണ് കിട്ടിയത് ഗൈസ്. എൻ്റെത് കിട്ടുന്നവരെ തൽക്കാലം ഇവർ കഴിക്കുന്ന വായ നോക്കി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വീഡിയോ എടുത്തത്. അല്ലാതെ വേറെ എന്ത് ചെയ്യാം.
എൻ്റെ ഇൻസ്റ്റ സ്റ്റോറിയൊക്കെ ശ്രദ്ധിക്കുന്നവരൊക്കെ അറിയാം ഹൗ മച്ച് ഐ ലവ് സ്ട്രോബെറീസ്. അതുകൊണ്ട് തന്നെ സ്ട്രോബെറി ടച്ച് വിട്ട് യാതൊരു കളിയില്ല. ഏത് ഡിസൈഡിലൊരു സ്ട്രോബെറി ഉണ്ടോ അതെനിക്ക് മസ്റ്റാണ്. എനിക്കവിടെ വേണം. ഇന്ത്യയിൽ എന്തോ ഇൻകംപ്ലീറ്റ് ഫീൽ പോയാ. ഗായ്സ്, ലുക്ക് അറ്റ് ദി സെക്സി ബേബീസ്. കിടക്കുന്ന കിടപ്പ് നോക്കിക്ക്. ഏതാ ലുക്ക്, ഏതാ പവർ, ഏതാ സൗണ്ട്. ഇത് ഹുളുമാല സിറ്റിയാണ്. ഇവിടെയാണ് ഗായ്സ് നമ്മുടെ മെയിൻ കേന്ദ്രം. സൂപ്പർ കാഴ്സിൻ്റെയും ലക്ഷറി കാഴ്സിൻ്റെയൊക്കെ ഒരു ഏരിയ എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മാഡിവസ് സിറ്റി, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അല്ലാണ്ട് എനിക്ക് കൂടുതൽ ടൈം നിൽക്കാൻ ഇഷ്ടം ഈ ഒരു ഏരിയയാണ്. റീസൺ നമ്പർ 1 ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഓഫ് കോഴ്സ് കാഴ്സാണ് എൻ്റെ റീസൺ. ഒന്നാമതേ എനിക്ക് ഇഷ്ടപ്പെടാം. റീസൺ നമ്പർ 2 എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഒരു വലിയ സിറ്റി വേണം. കാരണം മാഡിവസ് സിറ്റി എന്ന് പറയുമ്പം ചെറുതാണ്, പക്ഷേ ഇത് ഹുളുമാലയാണ്. ഇത് കുറച്ചുകൂടെ വലുതാണ്. ആൻഡ് വലിയ ബിൽഡിങ്സ്, കുറേ കഫേസ്, പാർക്സ് ഒക്കെ ഉണ്ട്. സോ ഐ ലൈക്ക് ദിസ് പ്ലേസ്. നിങ്ങൾക്കെന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് കുറച്ചൊക്കെ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ആംബിയൻസും മ്യൂസിക്കും ഫുഡും പോരെ തന്നെ. ഇതേ ഷെഫ് ആള് ജാപ്പനീസാണ്. എന്തൊക്കെയോ പറഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷെ അത് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നത് ലൈക്ക് എന്താ പറയുക, നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഹാപ്പി ടമ്മിയായി ഞാൻ. ആഫ്റ്റർ ലോങ് ടൈം, കുറേ ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ഒക്ടോപ്പസ് കഴിക്കുന്നത്. എൻ്റെ ഫേവററ്റ് സീ ഫുഡാണ് ഒക്ടോപ്പസ്. അത് കഴിച്ചപ്പോൾ കിട്ടിയൊരു ഫീലിൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അതിങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നു, പെട്ടെന്ന് കുക്കറെ കയ്യിൽ കിട്ടുമെങ്കിൽ അങ്ങ് തിന്നായിരുന്നു എന്ന് വിചാരിച്ചു.
എന്താ ഓർഡർ ചെയ്ത് എന്താ ഫുഡിൻ്റെ നെയിമെന്ന് ചോദിക്കരുത്. എന്തോ ഒരു റൈസ് ജാപ്പനീസ് ആണ്, എനിക്ക് നെയിമൊന്നും ഓർമ്മയില്ല. ആൻഡ് യു ഗൈസ് നോ വാട്ട്, ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ട്രൈ സൂഷി. ഓ മൈ ഗോഡ്, അത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നി. I don't know why, but yeah, I like it. So bye, see you guys in the next video.